ഈ മത്സരാർത്ഥി ആരാണെന്ന് കാണാം. വെൽക്കം രേണു സുധി. എന്താ പൊളിയാണോ? നമസ്കാരം. നമസ്കാരം. വെൽക്കം. എന്താണ് വിശേഷം? ഒരുപാട് സന്തോഷം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ അല്ലേ? നമുക്ക് ചെറിയ വീഡിയോ കാണാം. ബിഗ് ബോസിലേക്ക് സ്വാഗതം. ഹൃദയപൂർവ്വം മോഹൻലാൽ. ഫാമിലിനെ പരിചയപ്പെടുത്താം. ഇത് ഋതു, പേര് ഋതക്കൻ എന്ന് പറയും, ഇളയ മോനാണ്. ഇത് കിച്ചു, അറിയാലോ, രാഹുല്. അത് പപ്പ, തങ്കച്ചൻ. അത് അമ്മ കുഞ്ഞുരമ്മ. അങ്ങേറ്റത്തിലേക്ക് തന്നെ ചേച്ചി രമ്യ. ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക? വീട് മിസ് ചെയ്യും, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും മിസ് ചെയ്യും, ഷൂട്ടും കാര്യങ്ങളും മിസ് ചെയ്യും. ചോദിച്ചാൽ മിസ് ചെയ്യത്തില്ല, കൂടെ ഉണ്ടാവും എപ്പോഴും. എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്? അവിടുത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഗെയിം എന്താണെന്നൊക്കെ അറിയണം. പ്രേക്ഷകർ എന്തുകൊണ്ട് ചെയ്യണം? നിന്നെ കാണിച്ചടാ. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഞാനായിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെ നാട്ടുകാർക്ക് വേണ്ടി വോട്ട് ചെയ്യും. പ്രേക്ഷകർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുമോയില്ലയോ? ഒരുപാട് പ്രഷറിസ്റ്റ് എന്നെ പിക്സ് കണ്ടിട്ടുണ്ട്. എനിക്കറിയാം പ്രേക്ഷകരായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ മത്സരിക്കുമെന്നത് എൻ്റെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ഈ ട്രോളി ബാഗ് ഒന്നുമല്ല, എൻ്റെ സുധിച്ചേട്ടൻ യൂസ് ചെയ്ത ട്രോളി ബാഗാണ്. ഞാൻ ഇത് തന്നെ എടുത്തു. എനിക്കത് അറിയാമായിരുന്നു. എനിക്ക് പരിചയമുള്ള വളരെ നല്ല ആക്ടറായിരുന്നു. ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. അറിയാം. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക, അത്രേ ഉള്ളൂ ചേട്ടാ. അല്ലാതെ തന്ത്രങ്ങൾ മെല്ലെ നിൽക്കാനോ ഒന്നും. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ? അപ്പൊ അത് അതിന്റെ കൂടെ അല്ലേ? ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് നോക്കൂ, അവിടെ നോക്കൂ. ആ രമ്യ എല്ലാ ബിഗ് ബോസും പോലെയല്ല ഇപ്രാവശ്യം. കുറച്ച് നല്ല ഏഴിന്റെ പടിയെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് കളിക്കും. നല്ല ഈ പറഞ്ഞതുപോലെ നല്ല ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും കളിക്കും. ഓൾ ദി ബെസ്റ്റ്. സഹായം ഉണ്ടായിട്ട് അപ്പൊ കാണാം. അകത്തേക്ക് പോകാം. കയ്യൊക്കെ ഉള്ളത് എല്ലാരും കൈ എടുക്കണോ? ഇതപ്പോ ഓ